ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒരാഴ്ചേൻ്റെ മേലായിട്ട് വീഡിയോ ഇട്ടിട്ട് വീട്ടിലെ ആളൊക്കെ ഉണ്ടായതുകൊണ്ട് പണിയും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരു വാഷിംഗ് മെഷീന് സ്റ്റാൻഡ് അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഓളോബ്രിക്സ് കൊടുന്നിട്ട് അതിൽ കയറ്റി വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ റീപ്പർ ഉണ്ട്, നമുക്ക് അടിച്ച് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡ് അടിക്കുകയാണ് കേട്ടോ. അവിടെ പാക്കടയിൽ നിന്ന് കുറച്ച് വിറകൊക്കെ കൊണ്ടുവന്നിരുന്നു. അതിലുണ്ടായിരുന്ന റീപ്പർ വെച്ച് സ്റ്റാൻഡൊക്കെ അടിച്ചപ്പോൾ മെഷീൻ കഴിയുമ്പോൾ കയറ്റി വെച്ചപ്പോൾ അലക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളം ആ ഓസ് കൂടി പോകില്ലായിരുന്നു, ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ടോ. അപ്പോൾ നമുക്ക് ഈ തട്ടിക്കൂട്ട് പരിപാടി ആദ്യമേ വശമാണ് കേട്ടോ. നമ്മൾ വീട്ടിലാണെങ്കിലും ഉപ്പയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ വേസ്റ്റായിട്ട് എവിടെയെങ്കിലും മൂലയിലിട്ട സാധനങ്ങളൊക്കെ ആയിരിക്കും എടുത്തിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കും ഞാനും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും വേസ്റ്റായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന സാധനം കണ്ട് ഒന്നും കൂടി റീയൂസ് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത പറമ്പിൽ നിന്ന് വീണതാണ് കേട്ടോ ഈ പേരക്ക. അത് മുറിച്ച് നോക്കിയതാണ്. അപ്പോൾ അതിൽ പുഴുവുണ്ട്. അവിടെ ഞങ്ങൾ വിറക് കൊത്തിയിട്ടിട്ട് നല്ല മഴ പെയ്തു. വലിയ വിറകൊക്കെ ഞാൻ എടുത്തു വെച്ചിരുന്നു. ചെറിയ വിറകൊക്കെ നല്ല മഴ കൊണ്ട് നനഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിൽ കൊള്ളിച്ചെടുത്ത് വെക്കണം. ഞങ്ങൾ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടി സ്റ്റാൻഡ് അടിച്ചപ്പോൾ ആകെ പൊടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം നനച്ചിട്ട് വേണം ഒന്ന് അടിച്ചു വരാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാസ്ക് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അന്ന് ഞങ്ങൾ പാക്കണത്തെ വീട് പൊളിച്ചപ്പോൾ അതിൻ്റെ വിറകെടുത്തിട്ട് വന്നതാണ് കേട്ടോ. താഴെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നനവാകുന്നുണ്ട്. അതൊക്കെ ശരിയാക്കിയിട്ട് വേണം വിറക് അങ്ങോട്ട് വെക്കാനായിട്ട്. ഞങ്ങളിവിടെ മേലെ തന്നെയാണ് വെച്ചത്. അപ്പോൾ പൊതുവേ പൊടിയും എല്ലാവർക്കും അലർജിയാണ് കേട്ടോ. അപ്പോൾ അലർജിയുള്ള ആൾക്കാരുടെ കാര്യം പറയണ്ടല്ലോ. ഈ പൊടിയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ മേലാകെ ചൊറിച്ചിലും തുമ്മലും എല്ലാം ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് മാസ്ക് ഇട്ടിട്ട് ഇറങ്ങിയതാണ് ഞാൻ. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.